പതിട്ടാ ഒരു മുതുക്ക് പട്ടിയെന്നെ കടിക്കാൻ ഓടിച്ച്. അതൊരു മുതുക്ക് പട്ടിയാണെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? പട്ടി പതിട്ടിന്റെ അത്ര ഉണ്ടായിരുന്നു. മക്കളെ, പട്ടിയെ കണ്ട ഒരിക്കലും ഓടരുത്. പിന്നെ കഴിക്കാവുന്ന പട്ടിയെ മടിയിൽ പിടിച്ചിരുത്തിയേ ആദ്യം നമ്മൾ കാണുമ്പോൾ പട്ടി വളർത്തു നായയാണോ അതോ തെരുവ് നായാണോ മനസ്സിലാക്കണം. അതൊക്കെ നമ്മൾ തീർത്താൽ മതി. മക്കളെ, ഇപ്പോഴത്തെ പട്ടിയെ എന്നെ ടാറ്റ് പിടിച്ചാണ് നടക്കാറ്. അപ്പൊ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പട്ടിയെ നമ്മൾ അങ്ങോട്ട് ഉപദ്രവിച്ചാൽ മാത്രമേ അത് തിരിച്ച് നമ്മളെ ഉപദ്രവിക്കൂ. അപ്പൊ പിന്നെ കഴിഞ്ഞ ആഴ്ച ഒരു ഉപദ്രവം ചെയ്യാത്ത സുബ്രുവിന്റെ മുഖത്തൊരു പട്ടി ഒന്ന് കരുതി പോയതാ മതിയമ്മ. അത് പിന്നെ അയ്യോ, സുബ്രുവിന് എന്താണ് ആ പട്ടി കഴിച്ചത്? ആ പട്ടിയുടെ 10 ഏക്കർ സ്ഥലം സുബ്രു തട്ടിയെടുത്ത് നീ പറഞ്ഞെടുത്തില്ലേ എന്നാ ചില നീയെ ഏതായാലും ഒരിക്കുന്ന പട്ടികളെ ഒന്ന് സൂക്ഷിക്കണം. ഒരയ്ക്കുന്ന പട്ടികൾ കടിക്കില്ല എന്നാണ്, പക്ഷെ പേപ്പട്ടികളെ സൂക്ഷിക്കാം. നമ്മളെ ഒരു പട്ടി ഓട്ടിക്കാൻ വന്നാൽ ആട്ടി വിട്ടാൽ മതി, അത് പൊയ്ക്കോളും. അപ്പൊ ഏതെങ്കിലും പാമ്പ് ഒന്ന് കഴിച്ചു. ഏതായാലും പോകുന്നില്ല. ചന്തിന് സാറിന്റെ അധികം കിട്ടും, പട്ടിയുടെ കഥയും കിട്ടും. ഒരു കാര്യം ചെയ്യാം, നാളെ തൊട്ട് നിന്നോട് ഞാനും വരാം. നീ രക്ഷപ്പെട്ടതാ. നിന്റെ നേരത്തെ ഒരു പട്ടിയെ ഓടിച്ചോളൂ. ഇനി നാട്ടിലുള്ള എല്ലാ പട്ടികളും നിന്നെ പേളറി